നമസ്കാരം. ഇറാന്റെ ഭീഷണിയിൽ ട്രംപ് ഒളിവിൽ. ഇറാൻ സകലതും ചാരമാക്കാൻ പോകുന്നു അമേരിക്കയുടെ. സത്യത്തിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധഭീതി മുഴങ്ങുക. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യമായിട്ട് ഇറാൻ മാറും. ഏത് നിമിഷവും അമേരിക്കയുടെ മിസൈലുകൾ ടെഹ്റാനിൽ പതിച്ചേക്കാമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ലോകം ശ്വാസമടക്കി പിടിച്ചിരിക്കുന്നു. അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യം. സകലതും ചാരമാക്കുമെന്ന് ഇറാന്റെ ഭീഷണി. ഖത്തറിലെ എയർബേസിൽ നിന്ന് സൈനികരെ അതിവേഗം മാറ്റി US മുന്നോട്ട് പോകുന്നതടക്കം അത്തരത്തിലൊരു തിരിച്ചറിവിന്റെ ഭാഗമാണ്. ഇറാനിലെ ജനകീയ പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കിക്കൊല്ലുന്ന ഖമേനി ഭരണകൂടത്തിന് ട്രംപ് നൽകിയ അന്ത്യശാസനം അവസാനിക്കുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയാകുന്നത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമായിട്ടുള്ള ഖത്തറിലെ അൽ ഉദൈദ് വിമാനത്താവളത്തിൽ നിന്ന് ചില ഉദ്യോഗസ്ഥരോടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഴിഞ്ഞു പോകാൻ അമേരിക്കൻ സൈന്യം നിർദ്ദേശിച്ചതുപോലും അതിൻ്റെ ഒരു ആവശ്യകതയായിരുന്നു. ഇറാൻ അമേരിക്ക സംഘർഷം കടുക്കുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടിയായിട്ടാണ് ഈ നീക്കമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് അടക്കം അറിയിക്കുമ്പോഴും യുദ്ധം അനിവാര്യതയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇതൊരു നിർബന്ധിത പിന്മാറ്റമാണോ അതോ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടുള്ള സ്ഥാനമാറ്റമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇറാനിൽ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തുന്ന നടപടി തുടർന്നാൽ സൈനികമായിട്ട് തന്നെ ഇടപെടുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയത് തന്നെയാണ് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് തങ്ങളുടെ മണ്ണിൽ അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ ഖത്തർ, സൗദി അറേബ്യ, UAE, തുർക്കി അടക്കമുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കുമെന്നുള്ള ഇറാന്റെ ഭീഷണി വന്നു കഴിഞ്ഞു. ട്രംപ് അതോടുകൂടി മൗനം പാലിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ജൂണിൽ ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഇറാൻ അൽ ഉദൈദ് വിമാനത്താവളത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആരും മറന്നിട്ടില്ല അത്. നിലവിലെ സാഹചര്യം കണക്കെടുത്തിൽ ഖത്തർ സർക്കാരും തങ്ങളുടെ പൗരന്മാരുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും ഒക്കെ സുരക്ഷ ഉറപ്പാക്കാൻ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ട്രംപിന്റെ ഏത് തരത്തിലുള്ള സമീപനത്തെയും ആക്രമണത്തെയും നേരിടുവാൻ തയ്യാർ തന്നെയാണ് എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള കൃത്യമായിട്ടുള്ള പ്രത്യാക്രമണ ഭീഷണി നേരിടുന്നു ഇപ്പോൾ ട്രംപും അമേരിക്കയും. അതോടുകൂടി ട്രംപ് മൗനത്തിലാകുന്നു. മാത്രമല്ല, ട്രംപ് ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. ഒളിഞ്ഞിരിക്കേണ്ടി വരുന്നു. നേരിട്ട് നിന്ന് ഇറാനെ ആക്രമിക്കുവാനുള്ള ശക്തി ഇല്ലാതായിത്തീരുന്നു. കാരണം ഈ പറയുന്ന 4 രാജ്യങ്ങളും ഒരു കാരണവുമില്ലാതെ ആക്രമിക്കപ്പെടുമെന്നുള്ളതാണ്. അത് തുർക്കി ആണെങ്കിലും, ഖത്തർ ആണെങ്കിലും, സൗദി ആണെങ്കിലും ഒക്കെ, UAE ആണെങ്കിലും ഒക്കെ ഈ രാജ്യങ്ങളെ കൃത്യമായി ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഇറാൻ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇറാൻ അത് ചെയ്യുകയും ചെയ്യും. ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വിമാനമായിട്ടുള്ള വിങ്സ് ഓഫ് ഫയർ അതീവ രഹസ്യമായിട്ട് രാജ്യം വിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതായത് ഈ ഇറാന്റെ ആക്രമണ ഭീഷണി നിലനിൽക്കുകയാണ്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ട് ഈ നീക്കമെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ തട്ടുകയാണെങ്കിൽ ഇറാൻ ഇസ്രായേലിനെയും അടിക്കും. ഇസ്രായേലിനെതിരെയും അത്തരത്തിലുള്ള മിസൈലുകൾ പ്രയോഗിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ അതിർത്തികളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയത്. ഇത്തരത്തിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയതോടെ മേഖലയിൽ യുദ്ധകാഹളം മുഴങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു വമ്പൻ നീക്കം ഉണ്ടാകുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ഇതുവഴി, അതായത് ഇസ്രായേലിലെ യുദ്ധവിമാനങ്ങൾ അതിർത്തികൾ കടന്ന് വട്ടമിട്ട് പറക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ തങ്ങളെ ആക്രമിക്കുവാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഏത് രാജ്യമാണെങ്കിലും, ഏത് അയൽ രാജ്യങ്ങളാണെങ്കിലും ആ അയൽ രാജ്യങ്ങളെ ഒന്നും വെറുതെ വിടില്ല എന്നുള്ള നിലപാടിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു. ഇറാന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. പ്രക്ഷോഭകരെ കൊന്നൊടുക്കുന്നത് തുടർന്നാൽ സൈനിക നടപടി ഉറപ്പാണ് എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞുവെങ്കിലും ട്രംപിനെതിരെ തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ വാദങ്ങൾ നിലനിൽക്കുമ്പോൾ ആ മുന്നറിയിപ്പുകളെ കാണാതെ പോകാൻ ട്രംപിന് കഴിയില്ല. പക്ഷേ ഇവിടെ എപ്പോൾ എങ്ങനെ ആക്രമിക്കണം എന്നത് മാത്രമാണ് ഇനി തീരുമാനിക്കാനുള്ളത് എന്നുള്ള ഇസ്രായേൽ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനകൾ മറ്റൊരു ദുസൂചനയാണ്. അതായത് ഇറാനിലെ ആഭ്യന്തര സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ ഏത് വിധേനയും അവരെ തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് വലിയൊരു ആക്രമണത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറാനെ തകർക്കാം എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് അവർ എത്തുന്നത്. 1979 വിപ്ലവത്തിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാനിൽ. സുരക്ഷാ സേനയുടെ വെടിയേറ്റും അടിച്ചമർത്തലിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണമെന്ന് പറയപ്പെടുന്നത് 3400 കടന്നതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്നത്. സൈനികരുടെ സുരക്ഷ കണക്കിലെടുത്ത് നടത്തിയ ഈ ആ മുൻകരുതൽ നീക്കം മാത്രമാണ് ഇത് എന്ന് US ഔദ്യോഗികമായിട്ട് വിശദീകരിക്കുമ്പോഴും അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഇറാനെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ അവരുടെ സകല താവളങ്ങളും ചാരമാക്കുമെന്നാണ് ഇറാന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ പറയുന്നത്, മുന്നറിയിപ്പ് നൽകുന്നത്. അതിനവർ പറയുന്ന ഇറാന്റെ സുപ്രീം കൗൺസിൽ ഉപദേശകനായിട്ടുള്ള അലി ഷംഖാനി മുന്നറിയിപ്പ് നൽകുന്നത് പോലും അങ്ങനെയാണ്. ഞങ്ങളെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ സകല താവളങ്ങളും ചാരമാക്കുമെന്നതിനാണ്. ഇറാന്റെ പക്കൽ കൃത്യതയോടെ ലക്ഷ്യം കാണാൻ കഴിയുന്ന മിസൈലുകൾ ഉണ്ട് എന്നത് അയൽ രാജ്യങ്ങളെയും അമേരിക്കയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള പോലെ ഇറാൻ എന്ന് പറയപ്പെടുന്ന പഴയ ഇറാനെ അല്ല.
ഇറാനെ സഹായിക്കുവാൻ അല്ലെങ്കിൽ ഇറാൻ സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള മിസൈലുകൾ അടക്കമുണ്ട്. മാത്രമല്ല റഷ്യയുടെ സഹായത്താൽ ലഭിക്കുന്ന മിസൈലുകളുണ്ട്. അങ്ങനെ അതൊക്കെ ദൂരവ്യാപകമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തപ്പെടുന്ന തരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിക്കുവാൻ വളരെയധികം അഗ്രഗണ്യരാണ് ഇറാൻ പട എന്ന് പറയപ്പെടുന്നത്. പഴയ ഇറാനെ അല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ പല അയൽ രാജ്യങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം. അമേരിക്കയ്ക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്. ഇതൊക്കെയാണ് അവരുടെ തന്നെ ആശങ്ക എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ പശ്ചിമേഷ്യയിൽ US നാവികസേനയുടെ 5ാം കപ്പൽപ്പട സ്ഥിതി ചെയ്യുന്ന ബഹ്റൈൻ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളും ഇറാന്റെ നിരീക്ഷണത്തിലാകുന്നു. നിലവിലെ ഇറാനിലെ പ്രക്ഷോഭങ്ങളിൽ ഏകദേശം 3000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ എന്ന് പറയപ്പെടുന്നത് ഇതിന്റെ സൂചനകളാണ്. അപ്പോൾ സ്ഥിതി വഷളായതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇറാനുള്ള ഇന്ത്യക്കാർ എത്രയും വേഗം രാജ്യം വിടണമെന്ന് തന്നെ ഇന്ത്യൻ എംബസി അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഇറ്റലി, സ്പെയിൻ, പോളണ്ട് എന്നീ രാജ്യങ്ങളും സമാനമായിട്ടുള്ള നിർദ്ദേശം നൽകുകയാണ് അവരുടെ ജനങ്ങൾക്ക്. അപ്പോൾ രാജ്യങ്ങൾ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം ഇറാനിൽ നിന്നുള്ള ആക്രമണം ഉടൻ ഉണ്ടാകുമെന്നുള്ളതാണ്. മാത്രമല്ല ഇറാനിലേക്കുള്ള വിമാന സർവീസുകൾ പലതും റദ്ദാക്കിയിരിക്കുന്നു. അമേരിക്കൻ നീക്കത്തെ ശക്തമായിട്ട് എതിർത്ത് റഷ്യയും ചൈനയും ഒക്കെ രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടൽ പാടില്ല എന്നുള്ള ഇവരുടെ നിലപാട്, അതായത് റഷ്യയുടെയും ഒപ്പം തന്നെ ചൈനയുടെയും നിലപാട് തള്ളിക്കളയാൻ അമേരിക്കയ്ക്ക് ആകുന്നില്ല. ഇവിടെയാണ് ട്രംപ് പകച്ചു പോകുന്നത്. ട്രംപ് അവസാനം ഒളിവിലിരുന്ന് യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്ന റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ ഇത്തരത്തിലുള്ള നീക്കമാണ്. ഇവിടെ എന്നാൽ സ്വന്തം ജനതയെ കൊന്നെടുക്കുന്ന ഇറാൻ ഭരണകൂടത്തെ നിലയ്ക്ക് നിർത്താം അല്ലെങ്കിൽ നിലയ്ക്ക് നിർത്താതെ പിന്നോട്ടില്ല എന്ന വാശിയിൽ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത 24 മണിക്കൂർ എന്ന് പറയപ്പെടുന്നത് പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്നുള്ളതാണ് വിലയിരുത്തൽ. 2022 ശേഷം ഇറാൻ വീണ്ടും വൻ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിക്കെതിരെ തെരുവിൽ മുദ്രാവാക്യം വിളികൾ ഉയരുന്നു. പ്രതിഷേധക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതോടെ അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സർക്കാർ ഐക്യത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. എന്നാൽ ഇറാൻ ആകാശമടത്തുള്ള ഉപരോധമാണ് ഏർപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ആകാശത്ത് യുദ്ധവിമാനങ്ങൾ വട്ടമിട്ട് പറന്നു തുടങ്ങിയിരിക്കുന്നു. 24 മണിക്കൂർ, ആ 24 മണിക്കൂറിനുള്ളിൽ ട്രംപിന്റെ വക ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കെ പശ്ചിമേഷ്യ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം അവിടെ പൊട്ടിപ്പുറപ്പെടാം.